ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. നമ്മുടെ സർക്കാരിൻ്റെ 4ാം വർഷം ആഘോഷിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ പത്തനംതിട്ട ഇടത്താവളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ചെറിയ ഭാഗം ഡാൻസ് ചെയ്യാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. അപ്പോൾ അവർ തന്നെ ഞങ്ങൾക്ക് പാട്ട് അയച്ചു തന്നു. അപ്പോൾ ഞാൻ കൊറിയോഗ്രാഫി ചെയ്ത് പെട്ടെന്ന് ചെയ്തതാണ്. തലേദിവസമാണ്, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇതായിരുന്നു സ്റ്റേജ്. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ എത്തി. അവിടെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു. അദ്ദേഹം വേറെ കുറച്ച് കുട്ടികളുണ്ട്, അവരുടെ ഒപ്പം ഇവരെയും കൂടെ ഒന്ന് സെറ്റാക്കി റിഹേഴ്സൽ നടത്തി. ഒരു ഉച്ചവരേക്കും റിഹേഴ്സൽ പോയി. ഉച്ചയ്ക്ക് ശേഷം ഒരു ഫൈനൽ റിഹേഴ്സലും ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ചെറുതോ വലുതോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഏതൊരു ചെറിയ അവസരവും അത് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ മാക്സിമം സ്റ്റേജുകളെല്ലാം തന്നെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അവർ പ്രോഗ്രാം ചെയ്ത് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. നമുക്ക് ഫുഡും എല്ലാം അന്നത്തെ നമ്മുടെ ഫുൾ ചിലവ് അവിടെ നിന്നായിരുന്നു. പിന്നെ കുട്ടികൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ പരിപാടി അല്ലാതെ പുറത്തു പോയൊരു പരിപാടി ചെയ്യുന്നത് അവർക്ക് ഫസ്റ്റ് ടൈമാണ്. ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം അവർ തന്നെയാണ് തന്നത്. മേക്കപ്പ് ഞങ്ങൾ തന്നെ ചെയ്തു. ഹെയറൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തു. ഇതായിരുന്നു ഫുൾ ഒരു ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ. ഇതായിരുന്നു അവരുടെ സ്റ്റേജിലെ പെർഫോമൻസ്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 9 മണിയായി. പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പാഴ്സൽ വാങ്ങി വീട്ടിലേക്ക് പോകും. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് ഫോട്ടോസ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അതുപോലെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.